ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്വിറ്റ്സർലാൻഡിന് കണ്ടിന്യൂഷനായിട്ട് ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണിതും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് ഇൻ്റർലേക്കൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഒരു പാർക്കാണിത്. അതിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാൻ പറയാത്തത്. അവിടെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസിന് പ്രത്യേകിച്ചും അവിടെ എസ് ചോപ്രയുടെ ഒരു ബ്രോൺസ് സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് സ്വിറ്റ്സർലാൻഡിനെ ഒരു ഇന്ത്യൻസിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള മെയിൻ ഫാക്ടർ ഈ യശ് ചോപ്രയുടെ ബോളിവുഡ് ഫിലിംസാണ്. കുറേ ഫിലിംസ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, പിന്നെ മൊഹബ്ബത്തേയും, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ്. എല്ലാം ഇൻ്റർലേക്കനും ആ ഭാഗത്തും സ്വിറ്റ്സർലാൻഡിൻ്റെ ഓരോരോ ഭാഗങ്ങളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ കുറേ ഉണ്ട്, ഞങ്ങൾ അവിടെയൊന്നും പോയില്ല. അപ്പം ബോളിവുഡിലെ ആൾക്കാർ എല്ലാവരും ആര് വന്നാലും ശരി ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. മാത്രമല്ല അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം സ്വിറ്റ്സർലാൻഡിനെ ഇത്രയും ഇന്ത്യയിൽ ഫേമസ് ആക്കിയത് ഈ യശ് ചോപ്രയാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിനെ ഓണർ ചെയ്യാനായിട്ടാണ് അവർ ഈ സ്റ്റാച്യു ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പം ആ പോകുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷേ വളരെ നല്ലൊരു ഏരിയ കൂടി ഞങ്ങളിങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഹൗസിങ് ഏരിയ പോലെ എന്തോ ആണ്. കുറേ ആൾക്കാർ, അത്രയധികം ആൾക്കാരൊന്നും ഇല്ല, എന്നാലും കുറേ വീടും അതും ഇതൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ആ ഒരു ചെറിയ പോയിൻ്റാണിത്. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിലൊരിപ്പോൾ ഭയങ്കര ഒരു അസാധ്യ ഭംഗിയുള്ള ഒരു ലേക്ക് കണ്ടു. ആ ലേക്ക് അവിടെ ആരുമില്ല, ഒന്നുമില്ല, നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ലൂസെയ്ൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലൂസെയ്ൻ എന്താ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ അവിടെയുണ്ട് കുറേ കണ്ടോ വഴി മുഴുവൻ നമുക്ക് ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പിങ്ങും, ഇങ്ങനെ ഏത് വഴി പോയാലും ഇങ്ങനത്തെ ഭംഗിയാണ്. അപ്പം എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് ഇതാണ് ലൂസെയ്ൻ സിറ്റി. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ദൂരെ കാണാം, ഇതിപ്പോൾ അവിടെ നമ്മൾ ക്രോസ് ചെയ്യണം, റോഡ് ക്രോസ് ചെയ്തിട്ട് അത് കാണാൻ പോവാണ്. ഒരു ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ദ റൂയിസ് റിവർ എന്താണ് ആ റിവറിൻ്റെ പേര്, അതിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് 1333 അപ്പം ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. അത്ര ഓൾഡ് ബ്രിഡ്ജാണ്. പക്ഷേ 93 എന്തോ ഒരു ചെറിയ തീ പിടിക്കും, അങ്ങനെ എന്തോ ഉണ്ടായി. പിന്നെ അത് അവരിതൊക്കെ ശരിയാക്കി. അപ്പം നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഫുൾ ഇത് ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ സീസണിൻ്റെ ആയിരിക്കും, ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഒരു ടവർ പോലെ ഉണ്ട്, ആ ടവർ കാണുന്നില്ലേ? ആ ടവർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് വാട്ടർ ടവർ എന്നാണ് അവർ പറയുക. അപ്പോൾ ആ ടവറിനകത്ത് എന്തോ പ്രിസണൊക്കെ ആയിട്ട് പണ്ട് അവർ യൂസ് ചെയ്തിരുന്നു. അപ്പം അതാണ് ഈ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ലൂസേണിൽ വന്നാൽ ഏതായാലും കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സീസണലി അത് ഫ്ലവേർഡ് ആയിരിക്കും. അപ്പം ഇതാണ് ഇൻസൈഡ് ദ ബ്രിഡ്ജ്. പിന്നെ ഞങ്ങൾ പോയത് എന്താ വെച്ചാൽ ഒരു ലയൺ സ്റ്റാച്യു ഉണ്ട്, വൂണ്ടഡ് ലയൺ സ്റ്റാച്യു എന്നാണ് ഇനി പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ സ്വിസ് ഗാർഡ്സ് കുറേ പേര് ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് മരിച്ചിരുന്നു. അപ്പോൾ അവരെ ഓർക്കാനായിട്ട് ഒരു ഗാർഡനാണ്. ഗാർഡൻ്റെ ഉള്ളിൽ ഈ ഒരു മോണ്യുമെൻറ്റ് വെച്ചിരിക്കുകയാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനി സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു നഗര കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.